അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം, പെരുന്നാളും ജുമുഅയും ഒരുമിച്ചാൽ, ഒരേ ദിവസമായി വന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. അവർക്കതിൽ ഇളവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വിശദീകരണം നൽകിയപ്പോൾ പലരും തെറ്റിദ്ധരിപ്പിക്കുകയും കടന്നാക്ഷേപിക്കുകയും അങ്ങനൊരു ഇളവ് ആരും മുൻകാലങ്ങളിൽ നൽകിയിട്ടില്ല, അത് മുജാഹിദുകൾ കൊണ്ടുവന്ന ഒരു അഭിപ്രായം മാത്രമാണ്, മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകൾ, നമസ്കാരത്തെയൊക്കെ ബാത്തിലാക്കുവാൻ, ഫസാദാക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന അഭിപ്രായം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നാക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഒരു ചർച്ച വിവാദമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈയൊരു വിഷയം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കേണ്ട അനിവാര്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? നമ്മുടെ പൂർവികരായ സ്വഹാബികളും മുൻകാലങ്ങളിലുള്ള അഇമ്മത്തുകളും എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇത് മുജാഹിദ് പ്രസ്ഥാനം കൊണ്ടുവന്ന ഒരു അഭിപ്രായമാണോ, നിലപാടാണോ? അതല്ല പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന നിലപാടാണോ? പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ മുൻഗാമികളായ സലഫ് പഠിപ്പിച്ച വീക്ഷണമാണോ എന്നൊക്കെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമ് പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ വിഷയത്തിലുള്ള വ്യക്തമായ പ്രമാണങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. കാരണം എതിർകക്ഷികൾ ആരോപിക്കുന്നത് ഇത് മുജാഹിദുകൾ സ്വീകരിച്ച നിലപാട് മാത്രമാണ്, അതല്ലാതെ പ്രമാണങ്ങളില്ല, മുൻകാല പണ്ഡിതന്മാരുടെ പിൻബലമില്ല എന്നൊക്കെ ആരോപിക്കുന്നു. എന്നാൽ ആരാണ് ഇങ്ങനെ പെരുന്നാളും ജുമുഅയും ഒന്നിച്ച് വന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല, അതിന് ഇളവുണ്ട് എന്ന് ആര് പഠിപ്പിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ വിഷയത്തിൽ ഇളവ് നൽകിയത്. അതല്ലാതെ മുജാഹിദുകളോ സലഫികളോ കൊണ്ടുവന്ന നിലപാടല്ല. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, മഹാനായ ഇമാം നവവിയുടെ കിതാബ് ഖുലാസത്തുൽ അഹ്കാം ഫി മുഹിമ്മാത്തി സുനനി വ ഖവാഇദുൽ ഇസ്ലാം എന്ന കിതാബാണ് ഇവിടെ നാം പോസ്റ്റ് ചെയ്തത്. ഇതിൽ നമുക്കൊരു അധ്യായം കാണാം. ഇമാം നവവി അധ്യായം കുറിക്കുകയാണ്. ബാബുൻ ഇദാ സാദഫ യൗമുൽ ജുമുഅത്തി യൗമ ഈദിൻ. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒത്തുവന്നാൽ, ഒരേ ദിവസമായി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഇമാം നബവി റഹിമഹുല്ലാഹ് പല ഹദീസുകളും ഈ അധ്യായത്തിൽ കുറിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഹദീസ് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ധരിച്ച ഹദീസാണ്. ഖാല ശഹിദ്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദൈൻ ഇജ്തമഅ. നബിയോടൊപ്പം നാം രണ്ട് പെരുന്നാളുകൾ ഒരുമിച്ചതായി സാക്ഷിയായിട്ടുണ്ട്. ഫസല്ലൽ ഈദ. നബിയാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും നമസ്കരിക്കുകയും ثم رخص في الجمعة. എന്നിട്ട് ജുമുഅ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകി. അപ്പോൾ ആരാണ് ജുമുഅ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇളവ് നൽകിയത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ثم رخص في الجمعة فقال من شاء أن يصلي فليصلي. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മൻ ശാഅ അൻ യുസല്ലിയ ഫലിയുസല്ലി. നമസ്കരിക്കാൻ, ജുമുഅ നമസ്കാരം നിർവഹിക്കാൻ വല്ലവനും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ.
അതിൻ്റെ അർത്ഥം അല്ലാത്തവന് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ജുമുഅ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇളവുണ്ട്. റവാഹു അബൂ ദാവൂദ വന്നസാഇ ബിഇസ്നാദിൻ ഹസൻ. ഇമാം അബൂ ദാവൂദും നസായിയും ഹസനായ സ്വീകാര്യമായ പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് സ്വീകാര്യമായ ഹസനായ പരമ്പരയാണ് എന്ന് ഇമാം നവവി. وعن عطاء قال صلى ابن الزبير في يوم عيد يوم جمعة أول النهار. സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. അത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ പകൽ സമയത്ത് ആദ്യം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും അങ്ങനെ ഞങ്ങൾ ജുമുഅക്ക് പുറപ്പെടുകയും സഹാബിയായ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ജുമുഅക്ക് വേണ്ടി വന്നില്ല. അങ്ങനെ ഞങ്ങൾ ളുഹ്ർ നമസ്കാരം ഒറ്റക്കായി നമസ്കരിച്ചു എന്ന് അതാ റഹിമഹുല്ലാ, താബിഈ പണ്ഡിതനായ അതാ റഹിമഹുല്ലാ രേഖപ്പെടുത്തി. فلم يخرج إلينا فصلينا وحدانا وكان ابن عباس بالطائف. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തായിഫിലായിരുന്നു. അങ്ങനെ ഇബ്നു അബ്ബാസ് വന്നപ്പോൾ ഞങ്ങൾ ഈ സംഭവം അദ്ദേഹത്തോട് പറഞ്ഞു. ഫഖാല അസ്ഹാബ സുന്ന, അതായത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സുന്നത്തിനോട് യോജിച്ചു, സുന്നത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഫത്വ നൽകുകയും ചെയ്തു. റവാഹു അബൂ ദാവൂദ ബിഇസ്നാദിൻ അലാ ഷർത്തി മുസ്ലിം. ഇമാം മുസ്ലിമിൻ്റെ ഷർത്തൊത്ത പരമ്പരയോടുകൂടി ഇമാം അബൂ ദാവൂദ് ഇത് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ സഹോദരന്മാരെ, വളരെ വ്യക്തമാണ്, ജുമുഅ നമസ്കാരം ഉപേക്ഷിക്കാനുള്ള ഇളവാണിത്. രണ്ട് പെരുന്നാളുകളും ഒന്നിച്ചു. ഇത് രണ്ട് പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസം ഒന്നിക്കുകയാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിൽ ഹാജരായവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. പങ്കെടുത്താലോ അത് ഖൈറാണ്, അത് നന്മയാണ്, അഫ്ളലാണ്, അതിൽ യാതൊരു തർക്കവും നമുക്കില്ല. പക്ഷേ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലോ കുറ്റക്കാരനാകുകയില്ല. അത് ഇളവുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയിട്ടുണ്ട്. അപ്രകാരം തന്നെ സഹാബികളും മനസ്സിലാക്കി എന്നാണ് റിപ്പോർട്ടുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഈ ഒരു നിലപാട് മുൻകാല അഇമ്മത്തുകൾക്ക് പരിചയമുള്ള വീക്ഷണമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലരും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് ആധുനികരായ ചില സെലഫികൾ കൊണ്ടുവന്ന വീക്ഷണമാണ്, മുൻകാല അഇമ്മത്തുകൾക്ക് പരിചയമില്ലാത്ത ഒന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ഹിജ്റ 620 മരണപ്പെട്ട മഹാനായ ഇബ്നു ഖുദാമയുടെ കിതാബുൽ മുഗ്നിയാണ് ലോകപ്രസിദ്ധമായ കിതാബ്. അൽ മുഗ്നി ഇമാം ഖിറഖിയുടെ മുഖ്തസറിൻ്റെ ഷർഹാണ് കിതാബുൽ മുഗ്നി. കിതാബുൽ മുഗ്നി 3-ാം വാല്യം 242-ാമത്തെ പേജ്. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇൻ ഇത്തഫഖ ഈദുൻ ഫി യൗമി ജുമുഅത്തിൻ സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ ഇല്ലൽ ഇമാം. അതായത് പെരുന്നാളും വെള്ളിയാഴ്ചയും ഒത്തു വന്നാൽ, ഒരേ ദിവസമായി വന്നാൽ സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. ആ ഒരു നിർബന്ധ ബാധ്യത ഒഴിവായി. ഇല്ലൽ ഇമാം, ഇമാമിനൊഴികെ. ഫഇന്നഹ ലാ തസ്ഖുതു അൻഹു, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിർബന്ധ ബാധ്യത ഒഴിവാകുന്നില്ല. ഇല്ല അല്ല യജ്തമിഅ ലഹു മൻ യുസല്ലി ബിഹിൽ ജുമുഅ, ഇമാമിനോടൊപ്പം ജുമുഅ നമസ്കരിക്കാൻ ആരും വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമല്ല. എന്നാൽ അവിടെ ജുമുഅയിൽ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമ് ജുമുഅ ഒഴിവാക്കാൻ പാടില്ല, പള്ളിയിൽ ജുമുഅ നടത്തിക്കൊള്ളണം. അതല്ലാതെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം, മറ്റു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർ പിന്നീട്
ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. അതാണ് സഖത ഹുദൂറുൽ ജുമുഅ എന്ന വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇമാമിനത് വാജിബാണോ വാജിബല്ലെന്ന വിഷയത്തിലും രണ്ട് റിവായത്തുകളുണ്ട് എന്ന് ഇമാം ഇബ്നു ഖുദാമ രേഖപ്പെടുത്തുന്നു. വഖീല ഫീ വുജൂബിഹാ അലൽ ഇമാമി റിവായത്താനി വമിമ്മൻ ഖാല ബിസുഖൂതിഹാ അശ്ശഅബി വന്നഖഈ വൽഔസാഇ. അപ്പോൾ ജുമുഅ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇളവുണ്ട്. ജുമുഅ നമസ്കാരം പിന്നീട് നമസ്കരിക്കൽ നിർബന്ധമല്ല, ആ ഒരു നിർബന്ധ ബാധ്യത ഒഴിവായി എന്ന അഭിപ്രായം പറഞ്ഞവരിൽ ഇമാം ഷഅബിയുണ്ട്, നഖഈയുണ്ട്, ഔസാഇയുണ്ട്. ഇവരൊക്കെ നമ്മുടെ സലഫുസ് സാലിഹീങ്ങളിൽപ്പെട്ട മഹത്തുക്കളായ അഇമ്മത്തുകളാണ്. വഖീല ഹാദാ മദ്ഹബു ഉമറ വഉസ്മാന വഅലി വസഈദ് വബ്നി ഉമറ വബ്നി അബ്ബാസ് വബ്നി സുബൈർ. മാത്രമല്ല, ഉമർ, ഉസ്മാൻ, അലി, സഈദ് പോലുള്ള പ്രമുഖരായ സഹാബിമാരുടെ അഭിപ്രായമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ്. അപ്പോൾ സഹോദരന്മാരെ, ഈ വിഷയത്തിൽ നമ്മുടെ പൂർവ്വകാലത്തുള്ള പൂർവികരുടെ പിൻബലമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിനുള്ള ആധികാരികമായ രേഖയാണ് ഇവിടെ നാം സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും ജുമുഅ ഒഴിവാകുന്നില്ല, ജുമുഅ നിർബന്ധമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഖാല അക്സറുൽ ഫുഖഹാഇ തജിബുൽ ജുമുഅ ലിഉമൂമിൽ ആയ. അതായത് ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹ് എന്ന ആയത്തിൻ്റെ പൊതു താൽപര്യപ്രകാരമാണ് ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പറയുന്നത് ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമാണ് എന്ന ഹദീസുകളുമുണ്ട്. ഇതൊക്കെ പൊതുവായ ഹദീസുകളാണ്. വലിഅന്നഹുമാ സ്വലാത്താനി വാജിബത്താനി ഫലം തസ്ഖുത് ഇഹ്ദാഹുമാ ബിൽ ഉഖ്റാ കദ്ദുഹ്രി മഅൽ ഈദി. അതായത് അവ രണ്ടും വാജിബത്തായ നമസ്കാരങ്ങളാണല്ലോ, അപ്പോൾ ഒന്ന് മറ്റൊന്നുകൊണ്ട് ഒഴിവാകുന്നില്ല എന്നൊക്കെ മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം ഉദ്ധരിച്ചതിന് ശേഷം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുകയാണ്, വലന, എന്നാൽ നമ്മുടെ വീക്ഷണപ്രകാരം വ്യക്തമായ പ്രമാണങ്ങളുണ്ട്, ഹദീസുകളുണ്ട്. എന്നിട്ട് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഇമാം നവവി ഖുലാസയിൽ ഉദ്ധരിച്ച അതേ ഹദീസ് തന്നെ ഇമാം ഇബ്നു ഖുദാമ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും എന്നിട്ട് ജുമുഅ നമസ്കാരത്തിൽ ജനങ്ങൾക്ക് ഇളവ് നൽകുകയും ചെയ്ത ഹദീസ്, മൻ ശാഅ അൻ യുസല്ലിയ ഫൽയുസല്ലി, ഇമാം അബൂ ദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അത് മൻ ശാഅ അൻ യുജമ്മിഅ ഫൽയുജമ്മിഅ എന്ന ലഫ്ദുമുണ്ട്, റിവായത്തുമുണ്ട്. അതായത് ജുമുഅ നമസ്കാരം നടത്തുവാൻ, നമസ്കരിക്കുവാൻ വല്ലവന് ഉദ്ദേശമുണ്ടെങ്കിൽ അവൻ ജുമുഅ നമസ്കാരം നടത്തിക്കൊള്ളട്ടെ, നമസ്കരിച്ചു കൊള്ളട്ടെ എന്ന ഹദീസ്. അതേപോലെ ഇബ്നു മാജക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇജ്തമഅ ഫി യൗമിക്കും ഹാദാ ഈദാനി, രണ്ട് പെരുന്നാളുകളാണ് ഈ ദിവസം നിങ്ങൾക്ക് ഒരുമിച്ചിരിക്കുന്നത്. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅ വഇന്നാ മുജമ്മിഊൻ. അതായത് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചതോടുകൂടി അത് ജുമുഅയിൽ നിന്ന് മതിയാകുന്നതാണ്, എന്നാൽ നമ്മളാകട്ടെ ജുമുഅ നമസ്കാരം നടത്തുന്നുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നമസ്കാരം നടത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക്, പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച ജനങ്ങൾക്ക്, സ്വഹാബിമാർക്ക് ഇളവ് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇളവ് അത് ആധുനികരായ ചിലരുടെ കണ്ടുപിടുത്തമല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന റുഖ്സയാണ്. ഈ റുഖ്സയെ സംബന്ധിച്ചാണ് പലരും ആക്ഷേപിക്കുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതിന് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ശാഫിഈ മദ്ഹബ് പ്രകാരം നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാലും ശരി, നിർബന്ധമായും ജുമുഅയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നാണ്. പിന്നെ ആർക്കാണ് ഇളവുള്ളത്? ഈ ഹദീസുകളിലൊക്കെ വന്ന ഇളവ് അഹ്ലുൽ അവാലിക്ക് ബാധകമായ ഇളവാണെന്നും അവർ മനസ്സിലാക്കി. അതിനവർ രേഖയായി പറയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പെരുന്നാൾ ദിനത്തിൽ
അഹ്ലുൽ അവാലിക്ക് ഇളവ് നൽകി എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളായ നാട്ടുകാരല്ലാത്ത ഗ്രാമവാസികൾക്കാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇളവ് നൽകിയത്. അതുകൊണ്ട് മറ്റു ഹദീസുകളൊക്കെ ആ രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ശാഫിഈ ഫുഖഹാക്കൾ നിലപാട് സ്വീകരിച്ചു. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരിക്ക് റിപ്പോർട്ട് ചെയ്ത ഈ ഒരു അസർ മറ്റു അഇമ്മത്തുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദാണെന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ അഹ്ലുൽ അവാലിക്ക് ഇളവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റു സലഫുകൾ മറ്റു സഹാബിമാരൊന്നും അതിനോട് യോജിച്ചിട്ടില്ല, അതുകൊണ്ട് അത് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പോലെയുള്ള അഇമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സഹോദരന്മാരെ, ഇതൊരു കർമ്മശാസ്ത്ര വിഷയമാണ്. ആ രൂപത്തിൽ നാം ചർച്ച ചെയ്യുകയും വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നാം ഇവിടെ ഈ ഒരു ചർച്ച നടത്താനുള്ള കാരണം എന്താണ്? ഇതൊരു ഫിഖിയായ വിഷയമായി മനസ്സിലാക്കാതെ സലഫികളെ ആക്ഷേപിക്കുവാൻ വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയും ഇത് സലഫികൾ കൊണ്ടുവന്ന ഒരു അഭിപ്രായമാണ്, നിലപാടാണ്, പ്രമാണങ്ങളുടെയും സലഫിൻ്റെയും പിൻബലമില്ല എന്ന രൂപത്തിൽ കടന്നാക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെയല്ല, നസീഹത്തോടുകൂടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊരു കർമ്മശാസ്ത്ര വിഷയമാണ്. മുമ്പ് പൂർവികരായ പണ്ഡിതന്മാർക്കിടയിൽ സുപരിചിതമായ മസ്അലയാണ്. ഓരോരുത്തർക്കും അവരുടേതായ തെളിവുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. അതേപോലെ റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്ന വിഷയത്തിലും വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. ജുമുഅയിൽ ഇളവുണ്ട് എന്ന് പറയുന്നവർക്ക് വ്യക്തമായ ഹദീസുകളുണ്ട്, പൂർവികരുടെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞതിന് പകരം അതിനെ ആക്ഷേപിക്കുകയും ഈ ഇളവിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഇളവിനെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ശരിക്ക് കുറ്റകരമാണ്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ട്, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുന മിനൽ ഖാസിരീൻ. اللهم إنا نسألك علما نافعا وعملا متقبلا وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.